മലപ്പുറത്തിന് പിന്നാലെ കോഴിക്കോട്ടേക്കാണിനി. അവിടെയും കോഴിക്കോട് ദേശീയപാതയിൽ രണ്ടിടങ്ങളിലാണ് വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. തിരുവങ്ങൂർ മേൽപ്പാലത്തിലും അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിലുമായാണ് വിള്ളൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ മധ്യഭാഗത്തുനിന്നും വെള്ളം അടിപ്പാതയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. വിള്ളൽ വർദ്ധിക്കുന്നു എന്ന ആശങ്കയിലാണ് ജനം. അതേസമയം വിള്ളൽ വീണ തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ വിദഗ്ധ സംഘം സാമ്പിൾ അവിടെ ഒന്ന് ശേഖരിച്ചിട്ടുണ്ട്. മഴ ശക്തമാകുന്നതേയുള്ളൂ. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലും ആശങ്കയേറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്നാണ് അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിൽ വിള്ളൽ വീണിരിക്കുന്നത്. വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസ് റൂട്ടിലാണ് വിള്ളൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ മധ്യഭാഗത്തു നിന്ന് വെള്ളം അടിപ്പാതയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. വിള്ളൽ ബാധിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ ദൂരയാത്ര ചെയ്ത് വരുന്നവർക്ക് ഇത് അറിയുന്നില്ല. ഈ വിള്ളൽ നോക്കിയിട്ട് ആരും വാഹനം ഒട്ടൂല, യാത്രക്കാരും നോക്കൂല. അപ്പോൾ അവരുടെ തലയിൽ മറിഞ്ഞു വീഴുമ്പോൾ അവരറിയുള്ളൂ. നാളെ നമ്മളെ പത്രത്തിലും കൊടുക്കും, അല്ലെങ്കിൽ ചാനലിൽ വരും. അമ്പലപ്പടി അണ്ടർപാസ് പൊളിഞ്ഞു വീണു, ഇത്ര പേർ മരിച്ചു, പിന്നെ അതിനെപ്പറ്റി അന്വേഷണം നടത്തുക. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിൻ്റെ പരിഹാരം കണ്ടെത്തണം. തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ വിള്ളലുണ്ടായ ഭാഗത്തു നിന്ന് വിദഗ്ധ സംഘം സാമ്പിൾ ശേഖരിച്ചു. വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് മണ്ണ് ശരിയായ രീതിയിലാണോ നിറച്ചത് എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് സാമ്പിൾ ശേഖരിച്ചത്. വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭ്യമാകുന്നതുവരെ താൽക്കാലികമായി ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കോഴിക്കോട് തിരുവങ്ങൂർ മേൽപ്പാലത്തിലെ വിള്ളൽ കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. 400 മീറ്റർ നീളത്തിൽ വിണ്ടുകീറിയ ഭാഗത്തെ ചിലയിടങ്ങളിലാണ് വീണ്ടും വിള്ളൽ രൂപപ്പെട്ടത്. മഴ കനക്കുന്നതോടെ വെള്ളം വിള്ളൽ വീണ ഭാഗത്തുകൂടി താഴേക്കിറങ്ങാൻ സാധ്യത ഏറെയാണ്. 12 മണിക്കൂർ പെയ്യുമ്പോഴത്താണ് ഇത് വന്നത്. അപ്പോൾ ഇനി നിരന്തരം മഴ വരാൻ പോവുകയാണ്. അപ്പോൾ എന്താവും എന്നുള്ളതാണ് ആശങ്ക ഞങ്ങൾക്ക്. കാരണം ഒന്ന്, സർവീസ് റോഡ് വളരെ മോശമാണ്. കാരണം വാഹനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം സർവീസ് റോഡിന് ഗവൺമെൻറ് എടുത്തു കൊടുത്ത സ്ഥലം തന്നെ ഉണ്ട് ഇവിടെ. അതെടുക്കാതെയാണ് ഇവർ സർവീസ് റോഡ് 7 മീറ്റർ വേണ്ടടുത്ത് 5 മീറ്റർ 3.5 മീറ്ററൊക്കെ ആ അപാകത ഞങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് തീർച്ചയായിട്ടും ആശങ്കയിലാണ് നിൽക്കുന്നത്. റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മാത്രമല്ല സർവീസ് റോഡ് കൂടെ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തള്ളി വീണാൽ അപകടം വലിയ പ്രശ്നമുണ്ടാക്കും. അതൊക്കെ തന്നെ വലിയ പ്രശ്നത്തിലേക്കാണ്, വലിയ ഭീതിയിലേക്കാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേൽപ്പാലത്തിലെ സംരക്ഷണ ഭിത്തികളിലും വിള്ളൽ വീണിട്ടുണ്ട്. താൽക്കാലികമായി അടച്ചെടുത്ത് തന്നെയാണ് വീണ്ടും വിള്ളൽ വീഴുന്നത്. വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. തിരുവങ്ങൂർ മേൽപ്പാലത്തിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.